ഹായ് ചങ്ങാതിമാരെ, നമ്മളെപ്പോഴും നാച്ചുറലായിട്ട് ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ പുഴയിലൊക്കെ കുളിക്കുന്ന വളരെ വിരളമാണ്. പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി വരികയും ഞങ്ങളങ്ങനെ പെങ്ങടെ മോൻ വന്നുകൊണ്ട് നീരാടൻ ഇറങ്ങാൻ പോയാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് മീനച്ചിലാറ്റിലെ നീരാട്ടൻ. ഇത് ഞങ്ങൾ ഈ വള്ളിയിൽ കൂടി കണ്ടില്ലേ, വള്ളിയിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുന്ന വഴി. അതിന് ശേഷം ഇതാ നോക്കിക്കോ, ഇതാണ് മീനച്ചിലാറ്. മീനച്ചിലാറിൻ്റെ ഒരു നല്ല മനോഹരമായ ഒരു കടവാണ്. ഞങ്ങൾ ആ കടവിൽ ഇതാ ഇറങ്ങുകയാണ്. പെങ്ങളുടെ പിള്ളേരും ഉണ്ട്, നമ്മുടെ പിള്ളേരും ഉണ്ട്. നാട്ടിലിറങ്ങാൻ വരികയാണ്. ഇനി നമുക്ക് നമ്മുടെ കടവൊന്ന് കാണിച്ചു തരാം അല്ലേ. ഇതാണ് നമ്മുടെ കടവ്. ഇതാണ് നമ്മുടെ ആർച്ച് പാലം. ഇന്ന് മെയ് 1 ആയതുകൊണ്ടാണ് മെയ് ദിനത്തിനൊരു തൊഴിലാളികളുടെ പതാക ആർച്ച് ഭാഗത്ത് കെട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീനച്ചിലാറ്. നമ്മുടെ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളൊക്കെ കുളിക്കുകയാണ്. കണ്ടില്ലേ, അല്ല ആറിൻ്റെ തീരങ്ങളിൽ ഇതുപോലുള്ള മുടക്കില്ലാത്ത കൊങ്ങണികളൊക്കെ നട്ട് പിടിപ്പിച്ച രസമായിരിക്കും. അല്ലേ, നമ്മൾ വാഗമണ്ണ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കൊങ്ങണിയാണ്. അപ്പം മഞ്ഞ നിറം കിട്ടിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ മറ്റ് നിറങ്ങളൊക്കെ ഈ ആറിൻ്റെ തീരത്ത് ചേർത്ത് നട്ട് വെച്ചാൽ മുടക്കില്ലാത്ത ഒരു ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആർച്ച് പാ. കണ്ട, നമ്മളിപ്പോൾ നിൽക്കുന്നത് മീനച്ചിലാറിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗത്താണ്. നല്ല പൊടി മണലുള്ളതാണ് നിൽക്കാൻ നല്ലത്. ചെളിയില്ല, ഡാമിലെ വെള്ളമാണ് ഈ കെട്ടിക്കിടക്കുന്നത്. ഇതാ എൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ. ഇതാണ് തെക്കനാറും വടക്കനാറും ഒന്നിച്ചു കൂടുന്ന സ്ഥലം. ഇവിടം തൊട്ടാണ് മീനച്ചിലാറിൻ്റെ ഉത്ഭവം. ഇതല്ലേ, അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഈ സൈഡിലോട്ട് പോകും. അല്ലേ, നടുക്ക് വെള്ളം കുറവും, അതുപോലെ സൈഡിലോട്ട് എൻ്റെയൊക്കെ കഴുത്ത് വരെ വെള്ളമുണ്ട്. അതുപോലെ മീനച്ചിലാറിൻ്റെ ചേർന്നുള്ള ഒരു ഭംഗിയുള്ള ഒരു ചെടി കണ്ടില്ലേ, എന്താണെന്ന് അറിയത്തില്ല. പുഴയിൽ കുളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇരിക്കുകയാണ്.